ഹലോ ഗായ്സ്, ഇന്നത്തെ സാമ്പാർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉരുളക്കിഴങ്ങ്, മത്തൻ, ക്യാരറ്റ്, സവാള ഇതെല്ലാം നമ്മൾ ആ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഇട്ടിട്ട് ഇനി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിൽ മതി. ഇനി അടുത്ത സെറ്റ് പച്ചക്കറികൾ നോക്കാം. വെണ്ട, വഴുതന, തക്കാളി, മുരിങ്ങക്ക. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ളൊരു മസാല റെഡിയാക്കാം. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലയാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ കുക്കറിലുള്ള വേവിച്ച് വെച്ച പച്ചക്കറികൾ നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല കൂട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ അത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ, കായം ഇതിന് മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കായം, ഉലുവ, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്യാം. വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ചട്ടിയിലേക്ക് വറുക്കാനുള്ള തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പച്ചക്കറികളൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ വെണ്ട നമ്മൾ വേറൊരു പാനിലിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ കറി കൊഴുക്കാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ആ വറുത്ത് വെച്ച വെണ്ട കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുന്ന സമയത്ത് പുളി പിഴിഞ്ഞൊഴിക്കണം. പുളി ആവശ്യമുണ്ടെങ്കിൽ വെച്ച് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ തക്കാളിയുടെ പുളി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ മിക്സിയിലിട്ട് അരച്ചിട്ട് അതുകൂടി ഇതിൽ ചേർത്ത് കൊടുത്താൽ ഏകദേശം നമ്മുടെ സാമ്പാറൊക്കെ ഒന്ന് റെഡിയാവും. അതൊന്ന് അവിടെ കിടന്ന് തിളച്ചോട്ടെ. ഇനി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിടി കറിവേപ്പില കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സാമ്പാർ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വറവ് ചേർക്കാം. വറവിനായിട്ട് വറ്റൽമുളകും കടുകും കൂടെ പൊട്ടിച്ചിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സോ ഗായ്സ്, സ്വാദേറിയ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.